നമസ്കാരം. ഷിരൂരിൽ ലോറിയിൽ കണ്ടെത്തിയ മൃതദേഹഭാഗം അർജുൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തണമെന്ന് കുടുംബം. അർജുന്റെ വീട്ടിലെത്തിയ തോട്ടത്തിൽ രവീന്ദ്രൻ MLAയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. കർണാടകയിലെ കളക്ടറുമായി സംസാരിക്കുമെന്നും സർക്കാർ വേണ്ട എല്ലാ സഹായവും ഉറപ്പു നൽകുന്നുവെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ പ്രതികരിച്ചു. പിന്നാലെ MLA AK ശശീന്ദ്രനോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് മൃതദേഹഭാഗം കോഴിക്കോട് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം കേരള സർക്കാർ ഏറ്റെടുക്കുമെന്ന ഉറപ്പ് കുടുംബത്തിന് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ MLA അറിയിച്ചു. വിവരം കോഴിക്കോട് കളക്ടറെയും SP യെയും അറിയിച്ചതായും തോട്ടത്തിൽ രവീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അർജുന്റെ മൃതദേഹം DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് കർണാടകയിലെ ഷിരൂരിലെ ജില്ലാ കളക്ടറും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. DNA പരിശോധനയുടെ ഫലം വന്നതിന് ശേഷം അർജുന്റേതാണെങ്കിൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 2 ദിവസത്തിനുള്ളിൽ ഇതുണ്ടാകുമെന്നാണ് കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചത്. ലോറിയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം അർജുന്റേതെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന നടത്തുമെന്നും ഉടൻ ഇതിനായി മൃതദേഹം അയക്കുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണസേലും അറിയിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും ഔദ്യോഗിക സ്ഥിരീകരണമെന്നും MLA അറിയിച്ചു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായി ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത 2 പേർക്കായി തിരച്ചിൽ തുടരുമെന്നും കാർവാർ MLA പറഞ്ഞു. കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായാണ് നാളെയും തിരച്ചിൽ തുടരുക. ദൗത്യത്തിനൊപ്പം നിന്ന മാധ്യമങ്ങൾക്കും MLA നന്ദി പറഞ്ഞു.